കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലേക്കാണ് ഇപ്പോൾ എത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവേണ്ടത് തന്നെ. ഇത് നമ്മുടെ പ്രാദേശികമായ കലാകാരന്മാരുടെ ഓരോ ആർട്സും പിന്നെ അവരുടെ കാര്യങ്ങൾ ക്രാഫ്റ്റ്സ് കാണിക്കുന്ന സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വഴിക്ക് പോയിപ്പോൾ കയറിയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല മനോഹരമായ സ്ഥലമാണ്. കോളത്ത് തന്നെയാണ് സ്ഥലം. ഇത് തിരുവനന്തപുരം കോളത്ത് വെള്ളാർ എന്ന സ്ഥലമാണ്. വാഴമുട്ടം എന്നും പറയും. അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. KCAV കേരള ക്രാഫ്റ്റ്സ് ആൻഡ് ആർട്സ് KACV കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്. 8 ഏക്കർ സ്ഥലമുണ്ട്. ഇതിൽ ഒരു 100-ൽ പരം കലാകാരന്മാരുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ കുറേ സ്റ്റുഡിയോസ് ഇതിനുണ്ട്. ഓരോരുത്തരുടെ കലാപരമായ കഴിവുകൾ കാണിക്കാൻ, അവരുടെ സംഭവങ്ങൾ വിറ്റഴിയാൻ ചെറിയ ചെറിയ സ്റ്റുഡിയോസ് ഉണ്ട്. എനിക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു കോറിഡോറിലാണ് നമ്മൾ കയറി പോണത്. ശരിക്കും ഭയങ്കര സെറീനായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ല രസമുണ്ട് ഇതിൽ കയറി പോകാൻ. ഈ കോറിഡോറിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റുഡിയോസ് ഉണ്ട്. ചെറിയ ചെറിയ സ്റ്റോൾസാണ്. അവിടെ ഓരോ ചേച്ചിമാരിക്കുന്നുണ്ടാവും. ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വെറുതെ ഇരിക്കുകയല്ല. മറ്റു സാധാരണ സ്ഥലത്തൊക്കെ ചേച്ചിമാരൊക്കെ ചുമ്മാ ഇരുന്നിട്ട് വെറുതെ ഇരിക്കുകയല്ലേ. ഇവരങ്ങനെയല്ല. നമ്മൾ ചെല്ലുമ്പോൾ അവർ എണിച്ച് വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആ ഒരു ഹോസ്പിറ്റാലിറ്റിയൊക്കെ നല്ല രസം തന്നെയാണ്. പിന്നെ ചുറ്റുപാടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം ആയിട്ട് അവരുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആകൃതി സ്റ്റൈൽ എടുത്തു പറയേണ്ടതാണ്. തൂണൊക്കെ കണ്ടില്ലേ? തൂണൊക്കെ ഒരു V ഷേപ്പ്, ഇൻവേർട്ടഡ് V ഷേപ്പിലൊക്കെയാണ്. പിന്നെ ഇവർ വെൽക്കമാണ് ഇവിടെ. എല്ലാം എവിടെ ചെന്നാലും അവർ നന്നായിട്ട്, അവർക്കറിയാം നമ്മൾ ചിലപ്പോൾ ഒന്നും വാങ്ങിക്കില്ല എന്നറിയാം. എന്നാലും അങ്ങനെ ഒരു മുഷ്ടിലൊന്നുമില്ല. പിന്നെ ഇവിടെ പല ആർട്ട് ഫോംസാണ്. തടി കൊണ്ടുണ്ടാക്കിയ, ചിരട്ട കൊണ്ടുണ്ടാക്കിയ, അങ്ങനെ കഥകളി വേഷം, അതെല്ലാം ഉണ്ട്. പിന്നെ ഒരു കളരിപ്പയറ്റിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട് വേറെ സ്ഥലത്ത്. അത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല, അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കളരിപ്പയറ്റിൻ്റെ ഒരു തട്ടും എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്രാഫ്റ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നൂലല്ല, ഒരു ഇതുകൊണ്ട് ചെയ്തതാണ്. എന്താ, പേപ്പർ കൊണ്ട് ചെയ്തതാണ് ഈ സാധനമൊക്കെ. ചുറ്റി വെച്ച് ചെയ്തേക്കണത്. ഇത് ഉരുവാണ്. കോഴിക്കോട്ട് നിന്നുള്ള ഉരുവൊക്കെ ഉണ്ടല്ലോ, ഒരു ഉണ്ടാക്കണം, തടി വെച്ചുണ്ടാക്കണം ഒരു അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരിക്കും ആർട്ടിഫാക്ട്സാണ്. നമുക്കൊരു ശില്പം പോലെ വീട്ടിൽ വയ്ക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ ഫങ്ഷനിലായിട്ട് പോകുന്നില്ല. പക്ഷേ എക്സാക്ട്ലി അതേ റിപ്ലിക്ക തന്നെയാണ് ചെയ്യുന്നത്. അസൽ കലാകാരന്മാരാണ് ഇവിടെ. ഇതൊരു കലാകാരനാണ്. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു 8,000-10,000 രൂപയൊക്കെ വരും. ഇതിൽ രൂപയല്ലല്ലോ, ഇവർ ഉണ്ടാക്കുന്ന കലാമൂല്യത്തിന് നമുക്ക് വിലടാൻ പറ്റില്ല. അപ്പോൾ അത്ര നല്ല ഓരോരോ സ്ഥലത്ത്. പിന്നെ ഒരു ശില്പം ഉണ്ടാക്കണം കണ്ടായിരുന്നു പോണ വഴിക്ക്, ഒരു കൃഷ്ണൻ്റെ ശില്പം. അതിന് പുള്ളിക്ക് 6 മാസം ഉണ്ടാക്കും, 6.5 ലക്ഷം രൂപ എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതോ ഒരു പൈസക്കാരൻ്റെ വീട്ടിൽ വയ്ക്കാൻ പിന്നെ ഒരു കൃഷ്ണൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല ക്യാഷൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കോക്കനട്ട് ഹസ്ക്, ചിരട്ട കൊണ്ട് മാത്രം ഉണ്ടാക്കിയ രൂപങ്ങളാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ കഴിവുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു ചിരട്ടയായിരുന്നു. ചിരട്ടയായിട്ട് തന്നെ പോകേണ്ടതായിരുന്നു, കത്തി പോകേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ മണ്ണി പോകേണ്ടതായിരിക്കാം. പക്ഷേ അതൊക്കെ പല രൂപങ്ങളായിട്ട് ഒരാളുടെ കൈവിരൽ വന്നപ്പോൾ മാറിയ കാഴ്ചകളാണ് ഈ കാണുന്നില്ല. പിന്നെ ഇത് ആഫ്രിക്കൻ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി, തടിയിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നതാണ്. എല്ലാ വെറൈറ്റി ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്. അത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കോളത്ത് തന്നെയാണ് സ്ഥലം. ഇത് കയറി കാണണം. 25 രൂപയും കൊണ്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാണിക്കാൻ പോയാൽ കുറേ ഉണ്ട്. പക്ഷേ ഞാൻ മുഴുവൻ കാണിക്കണില്ല, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിക്കുന്നത് മാത്രം. എല്ലാ സ്ഥലത്തും ഇവർ ഒരു മുഷ്ടിലും ഇല്ലാണ്ട് നമുക്ക് വന്ന് പറഞ്ഞു തരും. നമ്മളിപ്പോൾ സാധനം വാങ്ങിച്ചാലും വാങ്ങിച്ചില്ല അവർക്ക് വിഷയമല്ല. അവർ വാങ്ങിക്കാൻ നിർബന്ധിക്കാറുമില്ല. ഇത് ടെറാക്കോട്ട ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇവിടെ ഒരു സ്പീക്കർ വരെ കണ്ടു. ടെറാക്കോട്ട ഉണ്ടാക്കിയ സ്പീക്കർ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന അങ്ങനെയാണ്. മൊബൈൽ വെച്ചാൽ ഇരട്ടി സൗണ്ടോട് കൂടി നമ്മൾ ആ സ്പീക്കറിൻ്റെ ഉള്ളിൽ കൂടെ വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു രസമായിരുന്നു. പല പല നോളജ് നമുക്ക് കിട്ടി, പല പല കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇതിപ്പോൾ ഇദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടെറാക്കോട്ടയിൽ പല കളർ കൊടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഒട്ടും മുഷ്ടില്ലാണ്ട് തന്നെ നമുക്ക് ഇത്തരം സ്ഥലമൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഈ സ്റ്റുഡിയോയുടെ ബാക്കിൽ തന്നെ ഒരു വർക്ക് പ്ലേസും ഉണ്ട്. എല്ലാ സ്റ്റുഡിയോയുടെ ബാക്കിലും വർക്ക് പ്ലേസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ സ്റ്റോളിന് മുമ്പിരിക്കുന്നത് സ്ത്രീകളായിരിക്കും, ബാക്കിലധികം ആണുങ്ങളെ കണ്ടത്. ഞാൻ ചൂരൽ കസേര ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ഈ കേരളത്തിലും ഇന്ത്യയിലുള്ള പലതരം ആർട്ടും ആർട്ടിഫാക്ട്സും ഒക്കെ കലാകാരന്മാരൊക്കെ ഇവിടെയുണ്ട്. 100-ൽ പരം കലാകാരന്മാരുണ്ട്. ഞാൻ പിന്നെ കോളത്തേക്ക് പോയി. അവിടെ പോയി താമസിക്കുന്ന ഒരു ഹോട്ടൽ മുറി ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് ബീച്ച് ഫീസായിട്ട് ഞാൻ എടുക്കാറ്. അപ്പോൾ അവിടെ നിന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. കടലിൽ നന്നായിട്ട് ശോഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നല്ല മഴ പെയ്യുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോള യാത്ര. സാധാരണ ഇവിടെ വന്നിട്ടാണ് രാത്രി തങ്ങാറ്.
അപ്പോൾ ഇതിനു വേണ്ടിയാണ് ശരിക്കും തിരുവനന്തപുരത്ത് വരുന്നതെന്ന് പറയാം. ഈ കടലും ഈ കടൽക്കാറ്റൊക്കെ കയറ്റി ഇവിടെ കഴിയുക എന്നുള്ളൊരു രസമാണ്. പിന്നെ ദിവസം രാവിലെ കോളത്തിന് ഇതുവരെ പോകാത്ത സ്ഥലമുണ്ട്. കുറേ ദൂരത്തേക്ക് ഇപ്പോൾ അവിടെ ചെറിയൊരു ഇങ്ങനെ കാട് പിടിച്ചേക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ മനസ്സിലായത് ഒരു പാർക്ക് പോലെയാണ്. ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ സ്ഥലം അവിടെ ഉണ്ട്. ലൈറ്റ് ഹൗസ് ശരിക്കും ലൈറ്റ് ഹൗസ് ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിൽ ഇതുപോലെ ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലത്തെ പണ്ടത്തെ, അതിന് മുമ്പിലത്തെ ആയിരിക്കാം ചിലപ്പോൾ, അതെനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങോട്ടേക്ക് പോയി, രാവിലെ തന്നെ പോയി കയറി. അപ്പോൾ അവിടെ ക്യാക്ടസ് വളരുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നല്ല രസമായിട്ട് കാണാം. ഇതിനൊരു പേരൊക്കെ ഉണ്ട്, കല്ലിടുക്കോ അതിനെ കണ്ടാണ്. ഞാൻ കുറച്ച് മുമ്പ് അതിനെപ്പറ്റി പറയും. അപ്പോൾ ഇവിടെ അധികം കുറച്ച് ഡേഞ്ചറസ് ആയ സ്ഥലമാണ്. പക്ഷേ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം അവിടെ എഴുതിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളും കൊണ്ട് കയറാൻ സമ്മതിക്കില്ല. ഇപ്പോൾ രാവിലെ ആരും വന്ന് കയറിയതാണ്. നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ മഴയൊന്നുമില്ല. ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലൊക്കെ മിക്കവാറും പാമ്പുകളുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം കണ്ടങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പണ്ടൊക്കെ പോകാമായിരുന്നു, ഇപ്പോൾ പോകാൻ പറ്റില്ല. പല അപകടവും നടന്നത് ഏരിയക്കാരനായിരിക്കാം അവരങ്ങനെ വേലി കെട്ടി തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മുൾച്ചെടികൾ വളരുന്ന ഒരു സ്ഥലമാണ്. ക്യാക്ടസ് എന്ന് പറയും. ഇത് കാണാൻ തന്നെ നല്ല രസമുള്ള ഏരിയയാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ഇവിടെ കോളത്തിൽ നിന്ന് ഇവിടെ ഒന്ന് പോവുക, ചെറിയൊരു പാർക്ക് പോലത്തെ ഏരിയയാണ്. ഫ്രീ ആയിട്ട് കയറി കാണാം. രാവിലേക്കാണ് നല്ല സ്ഥലമായിരിക്കും. വൈകുന്നേരം അവിടെ കയറാൻ സമ്മതിക്കില്ല. വൈകുന്നേരമൊക്കെ വേലിയേറ്റം ഉണ്ടാവും. രാവിലെ എണിച്ച് ഒരു 7:30 ആകുമ്പോൾ പോയി കണ്ടാൽ രസമായിരിക്കും. മുക്കുവന്മാരൊക്കെ അവർ വെള്ളമൊക്കെ ഇറക്കുന്നത് കാണാൻ പറ്റും. അതൊരു കാഴ്ചയായിരുന്നു. വെള്ളമൊക്കെ ഇറക്കി എങ്ങനെയാണ് കടലിലേക്ക് ഒരു വെള്ളം ഇറക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. കടൽ ചെറിയ രീതിയിൽ പരിശുദ്ധം. അങ്ങേരത്ത് കാണുന്ന ലൈറ്റ് ഹൗസാണ്. അതാണ് ശരിയായ ലൈറ്റ് ഹൗസ്. ഞാൻ ഈ നിൽക്കുന്നത് എടയ്ക്കൽ പാറകൾ എന്നുള്ള സ്ഥലത്താണ്. കോളത്ത് തന്നെയുള്ള സ്ഥലമാണ് ഇത്. ഇടയ്ക്കുള്ള പാറയായിരിക്കാം എടയ്ക്കൽ പാറ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് വൈകുന്നേരം 6:02 നിൽക്കാൻ പാടില്ലെന്നൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ലൈഫ് ഗാർഡ് ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇവിടെ കുറച്ച് അപകടം ഉള്ള ഏരിയയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇഷ്ടംപോലെ ഈ നമ്മുടെ എന്താ പറയുക, ഈ ക്യാക്ടസും പിന്നെ അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പാമ്പിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു. അപ്പോൾ അതും സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ കടലാക്രമണം ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ഈ ഒരു എടയ്ക്കൽ പാറയുടെ മുകളിൽ. ഇതിൻ്റെ അപ്പുറത്ത് കുളിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ വേലി കെട്ടിയിട്ട് തന്നെ തിരിച്ചിട്ടുമുണ്ട്. സോ ഇങ്ങനെയൊരു സ്ഥലം കൂടെ ഇവിടെ ഉണ്ടെന്നുള്ളത് പലവട്ടം കോളത്ത് വന്നിട്ട് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വെറുതെ എക്സ്പ്ലോർ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇങ്ങനെയും ഒരു സ്ഥലം ഈ കോളത്തുണ്ട്. രാവിലെ വന്നിറങ്ങിയാൽ രസമായിരിക്കും. അങ്ങനെ രസിച്ച് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് തന്നെ തിരിച്ച് ആലുവയ്ക്ക് തിരിച്ചു പോകണം. സോ അങ്ങനെയുള്ള കാൽക്കുലേഷനിലാണ്. എനിക്കിനി ലുലു കൂടെ കാണാൻ പോകണം. സോ ലുലു ഒക്കെ കണ്ടുപോകാൻ സമയമെടുക്കണ കാരണം പയ്യെ ഇവിടെ തിരിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊക്കുകളൊക്കെ വന്നിറങ്ങണം കണ്ടത്. അതും ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. കടൽ തീരത്തേക്ക് അടിച്ച് കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊക്കുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്ന ബാൽക്കണിയുടെ മുകളിൽ തെങ്ങിൻ്റെ മുകളിൽ 2 കൊക്കിരിക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.